കർണാടക ഷിരൂരിലുണ്ടായ മണ്ണിടിച്ചിലിനെ തുടർന്ന് ലോറിക്കൊപ്പം കാണാതായ മലയാളി അർജുനായുള്ള തിരച്ചിൽ പുരോഗമിക്കുന്ന സാഹചര്യത്തിൽ ഇടുക്കിയിലെ നാഷണൽ പെർമിറ്റ് വാഹനങ്ങൾ ഓടിക്കുന്ന ഡ്രൈവർമാരും ലോറി ഉടമകളും ആശങ്കകൾ പങ്കുവയ്ക്കുകയാണ്. കേരളം വിട്ടുകഴിഞ്ഞാൽ യാതൊരുവിധ പരിഗണനയും ലഭിക്കാറില്ലെന്നും അപകടത്തിൽപ്പെട്ടാൽ പോലും ആരും തിരിഞ്ഞു നോക്കാറുകൂടിയില്ലെന്നും ഇവർ പറയുന്നു. അതേസമയം കഴിഞ്ഞ ദിവസം കർണാടകയിൽ നിന്നും എത്തി ഇടുക്കിയിലെ മലമുകളിൽ അകപ്പെട്ട ഓഫ് റോഡ് ഡ്രൈവർമാരെ രക്ഷിച്ചത് നാട്ടുകാരാണെന്നുള്ളതും ഇവർ ചൂണ്ടിക്കാട്ടുന്നു. മലയാളി മനുഷ്യത്വമുള്ള മനുഷ്യരാണെന്ന് പലതവണ ലോകം അനുഭവിച്ചറിഞ്ഞതാണ്. തങ്ങളുടെ നാട്ടിലേക്ക് എത്തുന്നത് ആരായാലും അവർക്ക് ആതിഥ്യമരുളുക എന്നത് നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗം കൂടിയാണ്. പക്ഷേ മലയാളികൾ മറ്റൊരു നാട്ടിലേക്ക് പോകുമ്പോൾ ഈ ഒരു പരിഗണന ലഭിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഇപ്പോൾ ചർച്ചാ വിഷയമായിട്ടുള്ളത്. കർണാടകയിൽ അപകടത്തിൽപ്പെട്ട മലയാളി ഡ്രൈവർക്കായുള്ള തെരച്ചിൽ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ആദ്യ ദിനത്തിൽ തെരച്ചിലിൽ വലിയ വീഴ്ചകൾ വന്നതായി വാർത്തകൾ പുറത്തു വന്നിരുന്നു. ഇത് ശരിവെക്കുന്ന രീതിയിലാണ് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് ഓട്ടം പോകുന്ന ലോറി ഡ്രൈവർമാരും ലോറി ഉടമകളുമൊക്കെ പ്രതികരിക്കുന്നത്. ഈ നാഷണൽ പെർമിറ്റുള്ള ലോറികൾ അന്യ സംസ്ഥാനത്തേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ നമുക്ക് യാതൊരു പരിഗണനയും ലഭിക്കുന്നില്ല. പക്ഷേ അവിടുത്തെ ഡ്രൈവർമാർ നമ്മുടെ കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് നമ്മൾ നല്ല രീതിയിലുള്ള പരിഗണന കൊടുക്കാറും ഒരു വാഹനം തന്നെ ഏതെങ്കിലും രീതിയിൽ ഒരു അപകടത്തിൽപ്പെട്ട് കഴിഞ്ഞാൽ അത് തിരിച്ചു കയറ്റാനും വലിച്ചു കയറ്റാനും ഒക്കെ നമ്മൾ ഒത്തിരി സഹായങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ തന്നെ കഴിഞ്ഞ ദിവസം ഒരു വേസ്റ്റ് ലോറിയുമായിട്ട് തമിഴ്നാട്ടിലോട്ട് പോയ വണ്ടിയുടെ ഡ്രൈവർമാരെ ഇപ്പോൾ അവർ സബ് ജയിലിലാണെന്നാണ് കേട്ടിട്ടുള്ളത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഓരോരുത്തർ അവിടുത്തെ ഇവിടുന്ന് കയറ്റി കൊണ്ടുപോയ സാധനങ്ങൾ കൊണ്ടുപോയവർ കൈമലത്തിയെന്നാണ് അറിഞ്ഞത്. അതുപോലെ ഇപ്പം അന്യ സംസ്ഥാനങ്ങളിൽ അതായത് കർണാടകത്തിലൊക്കെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം മണ്ണിടിഞ്ഞ് പോയിട്ട് ആ ഡ്രൈവർ ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എന്നുപോലും അറിയാൻ മേലാത്ത ഒരു സ്ഥിതിയാണ്. ഈ സ്ഥിതി മാറാൻ വേണ്ടി ഉള്ള ഉത്തരവാദിത്വം അതിൻ്റേതായിട്ടുള്ള ആളുകൾ എടുക്കണമെന്ന് പറയാനേ എനിക്ക് പറ്റുള്ളൂ. കഴിഞ്ഞ ദിവസം പുഷ്പക്കണ്ടം നാലുമലയിൽ കർണാടകയിൽ നിന്നുമെത്തിയ 22-ലധികം വാഹനങ്ങൾ കുടുങ്ങിയപ്പോൾ ആദ്യം സഹായഹസ്തം നീട്ടിയത് അവിടുത്തെ നാട്ടുകാരാണ്. പിറ്റേന്ന് വിവരം പുറത്തറിഞ്ഞപ്പോൾ തന്നെ ജില്ലാ ഭരണകൂടവും വിവിധ ഡിപ്പാർട്ട്മെന്റുകളും വാഹനങ്ങൾ സുരക്ഷിതമായി താഴെ ഇറക്കുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചു. സാമാന്യമായ നിയമ നടപടികളും സ്വീകരിച്ചു. പക്ഷേ ഇത്തരത്തിലുള്ള യാതൊരുവിധ ആനുകൂല്യങ്ങളും അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും ലഭിക്കുന്നില്ലെന്നാണ് ഇവർ പറയുന്നത്. ന്യൂസ് ബ്യൂറോ, ഉടുമ്പൻചോല.